ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മഹാവാക്യങ്ങളുടെ മനനമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത്. വേദസാരം ഏതെന്ന് ചോദിച്ചാൽ, ഏറ്റവും ചുരുക്കി ഏതെന്ന് ചോദിച്ചാൽ അത് പ്രണവമാണ്, ഓങ്കാരമാണ്. അതെങ്ങനെയാണ് ഏറ്റവും ചുരുക്കിയൊന്ന് ഉപദേശിച്ചു തരുമെന്ന് പറഞ്ഞാൽ ഒരു ചിഹ്നമായി കാണിച്ചു തരുന്നു. ഇങ്ങനെ ജ്ഞാനമുദ്രയായിട്ട്. അതൊന്നുകൂടി വിസ്തരിച്ച് പറഞ്ഞാൽ അത് വേദസാരം ഏതെന്ന് ചോദിച്ചാൽ അത് മഹാവാക്യങ്ങളാണ്. ആ മഹാവാക്യങ്ങൾ വിചാരം ചെയ്യാനുള്ളതാണ്, അല്ലാതെ അത് ജപിക്കാനുള്ളതല്ല. അതിൻ്റെ എന്താണ് ആ വാക്യങ്ങളെ കൊണ്ട് പറയുന്നത്? ഏത് മഹാവാക്യമായാലും അതുകൊണ്ട് അതിനെ അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ തത്വമസി എന്നൊക്കെ എങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. അങ്ങനെയുള്ള മന്ത്രങ്ങൾ അല്ലെങ്കിൽ നാമങ്ങളൊക്കെ വേറുണ്ട്. അവയ്ക്ക് അർത്ഥാനുസന്ധാനം വേണ്ടെന്ന് പറഞ്ഞില്ല. പിന്നെന്താ ഉള്ളത്? അർത്ഥാനുസന്ധാനം മുഖ്യമല്ല. പിന്നെന്താ? ഒരു ഗുരുനാഥൻ ഒരു നാമം ജപിക്കാൻ പറഞ്ഞാൽ അത് ജപിച്ചാൽ മതി. ജപിക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് ഉയർച്ചയുണ്ടാവും. ഏത് തലത്തിൽ നിന്നാണോ ഉയരേണ്ടത് ആ തലത്തിൽ നിന്ന് ഉയർച്ചയുണ്ടാവും എന്നുള്ളത് ഉറപ്പ്. പക്ഷേ അർത്ഥാനുസന്ധാനം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഗുണമായി, നിർബന്ധമല്ല. പക്ഷെ ഇത് അതിനുള്ളതല്ല. ഇത് ഈ പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ എന്നുള്ളതൊന്നും ആവർത്തിക്കാനുള്ളതല്ല. പിന്നെ എന്തിനുള്ളതാ? അത് അർത്ഥാനുസന്ധാനത്തോടുകൂടി നമുക്ക് ഉയരാനുള്ളതാണ്. നമുക്ക് നമ്മെ തന്നെ നമ്മൾക്ക് ഉയർത്താനുള്ളതാണ്. അതുകൊണ്ട് ഈ വാക്യങ്ങളെ യഥാക്രമം ലക്ഷണവാക്യം, അനുഭവവാക്യം, ഉപദേശവാക്യം, സാക്ഷാത്കാരവാക്യം എന്നും ശാസ്ത്രീയമായി ഇതിനെ പറഞ്ഞു വരുന്നു എന്നാ പറയുന്നത്. എന്തൊക്കെയാ? ലക്ഷണവാക്യം, അനുഭവവാക്യം, ഉപദേശവാക്യം, സാക്ഷാത്കാരവാക്യം എന്നും ശാസ്ത്രീയമായി പറഞ്ഞു വരുന്നു. ഈ പറയുന്നത് ആണ് എന്നല്ല, അതിനെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ വിചാരം ചെയ്താൽ നമുക്ക് എത്തിച്ചേരേണ്ട തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അല്ലാതെ ഇന്നതെന്ന് പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിയുന്നതല്ല ഏത്? ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. മറിച്ച് എന്താണ്? ഇതിനെ പിൻപറ്റിക്കൊണ്ട്. ഈ മഹാവാക്യമാണതെന്ന് പറയരുത്. പിന്നെന്താണ്? ആ മഹാവാക്യത്തെ പിൻപറ്റി നമുക്ക് എത്തിച്ചേരാൻ, ആ ലക്ഷ്യതലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരു സാധനാ ചതുഷ്ടയ സമ്പന്നനായ ഉത്തമ ശിഷ്യന് മേൽപ്പറഞ്ഞ മഹാവാക്യങ്ങൾ ഉപദേശിക്കുന്നു. ആർക്കാണ് ഉപദേശിക്കുന്നത്? ആരാണ് ഗുരു? ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനും. മുഖ്യമാണ്. വേദങ്ങളെയൊക്കെ പഠിച്ച ഒരാളല്ല, മറിച്ച് എന്താ? എത്ര പഠിക്കുന്നു എന്നുള്ളതിലല്ല, പഠിച്ചതിനെ സ്വജീവിതത്തിൽ ആചരിക്കേണ്ടത് ഇന്നും കൂടിയാണ്. കേൾക്കുകയും വേണം, ഒപ്പം ആ കേട്ടത് തനിക്ക് ബാധകമല്ലാതെയല്ല. പിന്നെങ്ങനെയാ?
കാരണം പലപ്പോഴും എങ്ങനെയാണ് ഉണ്ടാവുക, മറ്റ് ഇതര ശാസ്ത്രങ്ങളിലൊക്കെ എങ്ങനെയുണ്ടാവുക, സാമൂഹ്യ പാഠം സയൻസൊക്കെ പഠിപ്പിക്കുന്ന പോലെ അല്ലേ, ഹിമാലയത്തിൻ്റെ ഹിന്ദുക്കുഷ് പർവ്വതനിരയിലൂടെ കുടിയേറി പാർത്ത തനത് വംശജരായ ദ്രാവിഡരെ അടിച്ചോടിച്ച് ആധിപത്യം സ്ഥാപിച്ച ഒരു വർഗമായിരുന്നു ആര്യന്മാരെന്നൊക്കെ പഠിപ്പിക്കുന്നത് പോലെ ഉള്ളതല്ല ഇത്. പിന്നെന്താണ്? സ്വാനുഭവത്തിൻ്റെ ദൃഢതയിൽ, എന്നാൽ തൻ്റെ വാക്യോട്ടം അല്ലാതാണ്. ഓരോ ആചാര്യന്മാർ പറഞ്ഞത് തന്നെയാണ്, പുതിയതായിട്ടൊന്നും അവർ നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടില്ല. അവർ പറഞ്ഞത് തന്നെ പറയുന്നുള്ളൂ, പുതിയതായിട്ടൊന്നുമില്ല. പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ആ ആൾക്ക് ചിലപ്പോൾ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായി എന്ന് വരാം അല്ലേ. പക്ഷെ അതല്ല, പുതിയത് പറയണ്ട, പിന്നെന്താ, പഴയത് തന്നെയാണ്. പക്ഷെ അത് അനുഭവത്തിൻ്റെ ദൃഢതയിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ, സ്വാനുഭവത്തിൻ്റെ, തനിക്ക് വേണ്ടാത്തതൊക്കെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവയ്ക്കല്ല. അങ്ങനെ ഉണ്ടാവില്ലേ ചിലർ, താനോ കുടുങ്ങിപ്പോയി ഇനി മറ്റുള്ളവർക്കും കിടക്കട്ടെ, അങ്ങനെയല്ല. മറിച്ച് എന്താ, തനിക്ക് ഉറപ്പുണ്ട്. എന്താ ഉറപ്പ്? ആ ഉറപ്പുള്ള കാര്യങ്ങൾ അത് അനുഷ്ഠിച്ച് ഉറപ്പ് വരുത്തിയിരിക്കുന്നു. എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ. ഇവിടെ മഹാവാക്യങ്ങളെ വിചാരമാണ്. ആ വാക്യങ്ങളെ വിചാരം ചെയ്തു കഴിഞ്ഞാൽ എന്തായിത്തീരും? ഞാൻ എന്ന് പറയുന്നത് ഈ മധ്യാസ്ഥിമാംസ മലമൂത്രപാത്രമായ ദേഹമല്ല, അല്ലെങ്കിൽ ജീവനല്ല. പിന്നെന്താണ്? ശിവോഹം, അഹം ശിവം, അഹം ശവം എന്നല്ല. ഞാൻ ഈ കാണപ്പെടുന്ന ഈ നശിച്ചു പോകുന്ന ഇതല്ല. പിന്നെന്താണ്? ഇതങ്ങനെ വിചാരം ചെയ്താൽ എന്താവും? വിചാരം ചെയ്താൽ, കാരണം നമ്മൾ തിരിച്ചാണ് വിചാരണം ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് അതിൻ്റെ അർത്ഥം ശവോഹം എന്ന് ജപിക്കുന്നുണ്ട് എന്നല്ല. മറിച്ച് എന്താണ്? നമ്മുടെ സർവ്വ വ്യവഹാരങ്ങളും എന്തിനായിക്കൊണ്ടാണ്? ഈ ശിവനെ ഓർമ്മിക്കാനല്ല. പിന്നെന്താണ്? ഈ നശിക്കുന്നതായ അതിനെ നശിക്കാതെ നിലനിർത്താൻ എന്താണ് വഴി? ഈ ദുഃഖത്തിന് കാരണമായിരിക്കുന്ന സാധനത്തെ, അതിനെ സുഖാക്കാൻ എന്താണ് വഴി? അതിനെ എങ്ങനെയൊക്കെ ശരിയാക്കി എടുത്താലാണ് നമുക്ക് സുഖം ഉണ്ടാവുക എന്നൊക്കെ ചിന്തിച്ച് ഒറ്റക്കായിരിക്കുക. മറിച്ച് ഇതിൽ സുഖമില്ല, സുഖത്തിന്റെ ഗന്ധം പോലും ഇല്ല, വാസനയും കൂടി ഇല്ല, പിന്നെയല്ലേ. അപ്പൊ ഈ നശിക്കുന്നതായതിൽ നശിക്കാത്ത ബുദ്ധിയല്ല. അങ്ങനെ ചിന്ത ചെയ്ത് ഈ നമ്മൾ എങ്ങനെയാ ഈ കോമള വിഗ്രഹ പാലകരായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടാ. എന്താ കോമള വിഗ്രഹപാലകൻ അല്ലേ? ഇതിനെ എങ്ങനെയൊക്കെ ആക്കി തീർക്കാം, ഇതിനെ എങ്ങനെയൊക്കെ സുഖാക്കി തീർക്കാം, ഇതിനെ സുഖം സൗകര്യങ്ങൾ ഉണ്ടാക്കി തീർക്കാം. അങ്ങനെ പണിയെടുക്കാതിരിക്കാൻ വേണ്ടി പണിയെടുത്ത് ചത്തുപോകുന്നു. എന്നും ഈ ശവത്തെ ശിവമാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട്, മറിച്ച് കുറച്ച് കാലം ഒന്ന് ജപിച്ചു നോക്കിയാലോ, ഞാൻ ഇതല്ല, ഞാൻ ശവമല്ല, ഞാൻ ശിവനാണ്, ഞാൻ ശിവനാണ്, ഉറപ്പാണ് അല്ലേ, ഞാൻ എല്ലാറ്റിനും കൊള്ളുന്നവനാണ്, ഞാൻ എല്ലാറ്റിനും കൊള്ളുന്നവനാണ് എന്ന് കുറച്ചു കാലം ജപിച്ചാൽ എന്താവും? അങ്ങനെ വിചാരം ചെയ്താൽ എന്താവും? എല്ലാറ്റിനും കൊള്ളുന്നവനാവും അല്ലേ. ഇന്നലെയോ മിഞ്ഞാന്നോ മറ്റേ IG സന്ധ്യയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു പത്രത്തിലില്ലേ, വായിച്ചോ? ഒരു പുസ്തകം പ്രകാശന ചടങ്ങിൽ വെച്ച് പറഞ്ഞ വാക്യങ്ങളാണ്. എന്തായിരുന്നു? നമ്മുടെ ചുറ്റുപാടും നെഗറ്റീവ് എനർജിയാണ്, അതിൽ എന്ത് വേണം? ഒരു പോസിറ്റീവ് എനർജിയെ നൽകേണ്ടതാണ്. അതിനാണ് ഭഗവത്ഗീതയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. വായിച്ചോ? പത്രത്തിലുണ്ടായിരുന്നു, മാതൃഭൂമിയിലുണ്ടായിരുന്നു. വളരെ നല്ലൊരു വാക്യമല്ലേ ഇത്. ചില അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള വാക്കുകളൊക്കെ അവരെ ഉള്ളെന്ന് വന്നാൽ അല്ലേ, നല്ലതല്ലേ? ഒരു പുസ്തക പ്രകാശന ചടങ്ങിലാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. അവർ നെഗറ്റീവ് ചാർജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു പലതുമായിരിക്കും. അപ്പോൾ പത്രങ്ങൾ വായിച്ചാൽ, അല്ലെങ്കിൽ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളെ നമ്മൾ കാണുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത് ചുറ്റുപാടും, എന്തിനേറെ ഇപ്പം അടുത്തൊരു ആശുപത്രിയിൽ പോയ സമയത്ത് ആ ആശുപത്രിയിൽ വളരെ നല്ലൊരു ഒരു ഇത് എഴുതി വെച്ചത് കണ്ടു, ഒരു ബോർഡ് എഴുതി വെച്ചത് കണ്ടു. എന്താണെന്നറിയോ? ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വാർഡിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ട് അവിടെ ചെന്ന രോഗിയോട് നിങ്ങൾക്ക് ഇങ്ങനെ വന്നൂല്ലേ എന്നും പറഞ്ഞ് താടിക്ക് കയ്യും കൊടുത്ത് അവരുടെ രോഗം വർദ്ധിപ്പിക്കരുത്. ഇങ്ങനെയല്ല അതിൻ്റെ ഭാഷ. അതെ, എഴുതി വെച്ചിട്ട് അങ്ങനെ പലതും ഉണ്ട്. അവരുടെ മരുന്നിൻ്റെ കടലാസൊക്കെ നോക്കിയിട്ടോ ഇതൊക്കെ എനിക്കും അറിയുന്നതാണല്ലോ ഇതൊന്നും പറയാം, അങ്ങനെ ചില അക്കമിട്ട് എഴുതിയിട്ടുണ്ട്. അതാ നല്ലൊരു കാര്യം അല്ലേ. പൊതുവെ ഉണ്ടാവുന്നത് എങ്ങനെയാ? ദുഃഖത്തെ വർദ്ധിപ്പിക്കുന്നത്.
മറിച്ച് നീ ഒന്നും നന്നാവില്ല, നീ ഒന്നിനും കൊള്ളില്ല, അങ്ങനെയല്ല. സ്വയം അങ്ങനെ ചിന്തിക്കുകയും ചെയ്തു. എന്ത്? എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എന്നെ ഒന്നിനും പറ്റില്ല. ഇങ്ങനെ ചിന്തിച്ചാൽ ഉറപ്പാണ്, കുറച്ചു കാലം ചിന്തിച്ചാൽ നമ്മളെ കൊണ്ട് ഒന്നിനും കഴിയാതാവും. മറിച്ച് നമ്മുടെ ഗുരുനാഥൻ ആചാര്യന്മാർ എന്താ പറഞ്ഞത്? എന്നെ കൊണ്ടല്ലാതെ ആർക്ക് കഴിയും? അത് അഹങ്കാരത്തിന്റെ ശബ്ദമായിട്ട് അവർ ഗണിച്ചിരുന്നില്ല. പിന്നെന്താ ഉള്ളത്? അങ്ങനെ ചിന്തിച്ചാൽ എന്തായിത്തീരും? കഴിയും. ശോഭനമായ ആഗ്രഹങ്ങളെ വെച്ചു കാണണം. അവിഹിതമായ അധാർമികമായ പല ആഗ്രഹങ്ങളും വെച്ചുകൊണ്ടിരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് ചിലതൊക്കെ വേണം. എന്ത്? നമ്മളെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ എങ്ങോട്ട് ഉയരാനില്ല എന്നറിയുന്നത് വരെ, അല്ലേ? അതുവരെ വേണ്ടേ? അതുവരെ വേണം. അതുകൊണ്ട് ഇവിടെ മഹാവാക്യ വിചാരം ചെയ്യുക എന്നുള്ളത് വാസ്തവത്തിൽ എന്താണ്? നമ്മെ പൂർണ്ണതയിലേക്ക്, ഇപ്പൊ നമ്മൾ അപൂർണരാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് നമ്മളെ പൂർണ്ണരാണ് എന്നുള്ള ബോധത്തെ വരുത്താനാണ്. ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്, ബുദ്ധിക്ക് ബോധമില്ല. ബുദ്ധിക്ക് ബോധമില്ല, ബോധസ്വരൂപൻ, അല്ലേ? അപ്പൊ ആ ബോധതലത്തിൽ ആ ബോധം എന്തായിത്തീരണം? ബോധം എന്താ ആയിത്തീരേണ്ടതല്ല, എന്നാലും നമ്മൾ വാക്ക് വ്യവഹാരം കൊണ്ട് അങ്ങനെയൊക്കെ പറയും. ഞാൻ ശിവനാണ്. കുറച്ചു കാലം ചിന്തിച്ചാൽ എന്തായിത്തീരും? ശിവനാവും. അപ്പൊ മുമ്പല്ല ആയിരുന്നുവോ? ആയിരുന്നു, പക്ഷെ അത് അറിഞ്ഞില്ലായിരുന്നു. തിരിച്ചറിവുണ്ടാവും. അതുകൊണ്ട് നിരന്തരം നടക്കട്ടെ. തിരിച്ച് ചിന്തിച്ചാലോ? ഞാൻ അല്ലാന്ന് ചിന്തിച്ചാലോ? ഒരിക്കലോട്ടോ ആവാനും പോകുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ചിന്ത. അതുകൊണ്ട് പ്രജ്ഞാനം ബ്രഹ്മ, പ്രജ്ഞാനമാണ് ബ്രഹ്മം എന്ന് ഉപദേശിക്കുന്നു. ആ പ്രജ്ഞാന രൂപമായ ബ്രഹ്മവും നീയും ഒന്നു തന്നെ എന്ന് ജീവബ്രഹ്മൈക്യത്തെ ഉദ്ബോധിപ്പിക്കുന്നതിന് തത്വമസി, അത് നീയാകുന്നു എന്ന് ഉപദേശിച്ചു കൊടുക്കുന്നു. തത്വം പദങ്ങൾക്ക് ശേഷം അതിശബ്ദം വന്നതുകൊണ്ട്, അല്ലേ? ഇങ്ങനെ ഇത്രയും കേൾക്കുന്നതോടുകൂടി ഉത്തമനായ ശിഷ്യന് അനുഭവം ഉണ്ടാകുന്ന ശിഷ്യന്റെ അനുഭവ രൂപത്തിലുള്ള വാക്യമാണ് അഹം ബ്രഹ്മാസ്മി. ഞാൻ ബ്രഹ്മമാണ്, നീ ഒന്നും ബ്രഹ്മല്ല എന്നല്ല. ഇത് ഉപദേശിക്കുന്നതല്ല. ഇതൊക്കെ പരിമിതങ്ങളാണ് ഈ ഉപദേശങ്ങളൊക്കെ. മറിച്ച് എന്താണ്? ഇത് പ്രസംഗിച്ച് നടക്കേണ്ടതുമല്ല. പിന്നെന്താ ഉള്ളത്? ഈ ഒരു ഭാവം അങ്ങനെയായിരുന്നു നമ്മുടെ മഹാത്മാക്കള്. സ്വയം അത് ഞാൻ എന്താണ്? ഞാൻ ബ്രഹ്മമാണ് എന്ന് ബോധിച്ച അവർ എന്ത് പറഞ്ഞു? ഞാൻ ബ്രഹ്മമാണ്, നീ ഒന്നും ബ്രഹ്മം അല്ലെന്നല്ല. പിന്നെന്താണ്? ഞാൻ ബ്രഹ്മമാണെങ്കിൽ നീയും ബ്രഹ്മം, ഞാൻ ബ്രഹ്മമല്ലെങ്കിൽ നീയും ബ്രഹ്മമല്ല. മനുഷ്യ ജീവിതത്തിന്റെ പരമലക്ഷ്യമായി വേദാന്തം ഉപദേശിക്കുന്ന സർവാത്മഭാവത്തെ അയമാത്മാ ബ്രഹ്മ, ഈ കാണുന്നതെല്ലാമായ ആത്മാവ് ബ്രഹ്മം തന്നെ എന്ന വാക്യത്തിൽ കൂടി നിഗമന രൂപത്തിൽ ഉപദേശിക്കുന്നു. ജീവാത്മാ പരമാത്മാക്കളുടെ ഐക്യമാണ്. ജീവ പര വെട്ടിക്കളഞ്ഞാൽ എന്തായി? ആത്മാ ഏകം. ഈ രണ്ട് ഭാവമുള്ള കാലത്തോളം എന്ത് വേണം? ഒന്നാക്കാനുള്ള ശ്രമം നടത്തൂ, അല്ലേ? തുടച്ചിലവല്ലേ? ഒന്നാക്കാനുള്ള ശ്രമം നടത്തുന്നിടത്തൊന്നും ഒന്നല്ലെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഒന്നാണെന്ന് അറിഞ്ഞ സ്ഥലത്ത് പിന്നെന്താണ്? അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെ ഒരു പ്രവൃത്തി വരുന്നില്ല. എങ്ങനെ? ഈ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് വരുന്നില്ല. എന്നിട്ടോ ബ്രഹ്മം, ജീവൻ എന്നിങ്ങനെ സത്യമായി രണ്ട് വസ്തുക്കൾ ഉണ്ടെന്ന് സമ്മതിച്ചുകൊണ്ട് അവയ്ക്ക് ഐക്യം കാണാനല്ല വേദാന്തം അനുശാസിക്കുന്നത്. പിന്നെയോ സത്യം ഒന്ന് മാത്രമേ ഉള്ളൂവെന്നും, പിന്നെന്താ? അത് ബ്രഹ്മമാണെന്നും ബ്രഹ്മഭിന്നമായി കാണപ്പെടുന്നതിനൊന്നും പാരമാർത്ഥികമായ സത്യത്വം ഇല്ലെന്നും, അതുകൊണ്ട് ബ്രഹ്മം തന്നെയാണ് ജീവന്മാരായി കാണപ്പെടുന്നതെന്നും അനുഭവപ്പെടുത്തുകയാണ് ജീവബ്രഹ്മൈക്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെള്ളത്തിൽ നിന്ന് അന്യമാണെന്ന് തോന്നുന്ന നുരയും പതയും തിരയും രണ്ടാണ്. അതുകൊണ്ട് ഇതിനെ ഐക്യം സംഭവിക്കണം എന്നല്ല പറഞ്ഞു കൊടുത്തത്. അല്ലെങ്കിൽ ഓട്ട് വിളക്കും
രണ്ടാണ്, ആ രണ്ടെണ്ണത്തെ കൂട്ടിച്ചേർക്കണമെന്നല്ല പറഞ്ഞു കൊടുത്തത്. പാരമാർത്ഥിക സത്യത്വത്തിൽ നിന്ന് വേറെയായി വ്യാവഹാരിക സത്യത്വം ഇല്ല എന്നാണ്. ഒരു ആത്മാവ് തന്നെയാണ് ഏത് ജീവഭാവത്തിൽ കാണപ്പെടുന്നത്. ജീവഭാവത്തിൽ കാണുന്നു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ അതിൻ്റെ ജീവന്റെ ഉണ്മ, അതായത് ഒട്ടുവിളക്കിന്റെ ആ സദ്ഭാവം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് സദ്ബുദ്ധി വ്യഭിചരിക്കില്ല, അസദ്ബുദ്ധി വ്യഭിചരിക്കും, തെന്നിമാറും, മാറ്റം വരും. അപ്പൊ ഇവിടെ ഓട്ടുവിളക്ക് എന്നുള്ളതിൽ വിളക്ക് എന്നുള്ളത് അസദ്ബുദ്ധിയാണ്. അത് എന്താണ്? മാറ്റങ്ങൾക്ക് വിധേയമാണ്. എന്നാൽ ഈ സദ്ബുദ്ധി ഏതാണ്? ഓട്ട് വിളക്കായി കാണപ്പെട്ടപ്പോഴും അത് ഓടല്ലാതെ മറ്റൊന്നുമല്ല. നുരയും പതയും തിരയുമായി കണ്ടപ്പോഴും അത് വെള്ളത്തിൽ നിന്ന് അന്യമല്ല. ആഭരണ വൈവിധ്യങ്ങൾ എത്രയായാലും അതെല്ലാം സ്വർണത്തിൽ നിന്ന് അന്യമല്ല. ഇങ്ങനെ മനസ്സിലാക്കാൻ, അല്ലാതെ രണ്ടിനെയും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. അത് രണ്ടില്ല തന്നെ, ഒന്നെന്നെയുള്ളൂ. പക്ഷെ രണ്ടാണെന്ന് തോന്നി. എങ്ങനെ? തിമിരം ബാധിച്ച കണ്ണിൽ രണ്ട് ചന്ദ്രനെ കാണുന്നത് പോലെ ഒക്കെ എന്നൊക്കെ പല സ്ഥലങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബ്രഹ്മഭിന്നമായി മറ്റെന്തോ ഉണ്ട് എന്ന് സങ്കല്പിച്ചത് കൊണ്ടും അങ്ങനെ വിചാരിച്ചിരുന്നത് കൊണ്ടുമാണ് ഇങ്ങനെയൊരു പ്രക്രിയ വേണ്ടി വന്നത്, കൂട്ടിച്ചേർക്കുക എന്നുള്ളത് വേണ്ടി വന്നത്. കൂട്ടിച്ചേർക്കേണ്ടതില്ലാത്തൊരു തലത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവേണ്ടത് ഈ കൂട്ടിച്ചേർത്തതൊക്കെ വെറുതെയാണ്, അത് അങ്ങനെ തന്നെയാണല്ലോ. ബ്രഹ്മസത്യം ജഗത് നിത്യ. ഇപ്പൊ എങ്ങനെയാവും? ബ്രഹ്മസത്യം ജഗത് സത്യം. നിത്യ എന്നുള്ളതിന് ഇല്ലാത്തത് എന്നർത്ഥമില്ല. പാരമാർത്ഥിക സത്യത്വത്തിൽ നിന്ന് ഭിന്നമായി വ്യാവഹാരിക സത്യത്വം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ആ ശബ്ദം ഉപയോഗിച്ചത്. ഇല്ലാത്തത് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഈ ഉപാധി നിഷേധം ഗുരുപദേശം വഴിക്കുള്ള ശ്രവണം, മനനം, നിധിധ്യാസനം എന്നീ സാധനകൾ കൊണ്ടേ സാധിക്കുകയുള്ളൂ. ഇവയിൽ മനനം പ്രധാനമാകുന്നു. മനനം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അടുത്ത 7 ശ്ലോകങ്ങൾ കൊണ്ട് ഉപദേശിക്കുകയാണ്. മനനം പ്രധാനമാണ്. വിചാരം ചെയ്യണം. അല്ലാതെ നമ്മൾ ഗുരുനാഥനോട് പോയി ചോദിച്ചു അല്ലേ, ചോദിച്ചുകൊണ്ട് മാത്രം പ്രയോജനമൊന്നുമില്ല. ഉണ്ടോ? ചോദിച്ചാൽ താൽക്കാലികമായൊരു സംതൃപ്തി വന്നേക്കാം, സംശയം തീർന്നേക്കാം. പക്ഷേ സംശയം പൂർണ്ണമായി തീരണമെങ്കിൽ എന്ത് വേണം? തർക്കം കൊണ്ട് നേടാൻ പറ്റില്ല. എന്നാൽ തർക്കം നടക്കണം. അതെങ്ങനെയാ? ആദ്യം അവനവന്റെ ഉള്ളിൽ അവനവനോട് തന്നെ ചോദിക്കണം. അത് ചോദിക്കാനുള്ള ചില വഴികൾ നമുക്ക് കാണിച്ചു തരികയാണ് ഏത് ചെയ്യുന്നത്? മഹാവാക്യങ്ങളിലൂടെ ചെയ്യപ്പെട്ടത്. അല്ലാതെ അത് ബ്രഹ്മമാണെന്നല്ല. അതിലൂടെ വിചാരം ചെയ്താൽ, വിചാരപരങ്ങളായ ആ മഹാവാക്യങ്ങളെ വിചാരം ചെയ്താൽ ഏതായിത്തീരും? ഇങ്ങനെയാവാം. അതുകൊണ്ട് ഇവിടെ പറയാണ്, മനനം എന്നുള്ളത് മുഖ്യമാണ്, വിചാരം എന്നുള്ളത് മുഖ്യമാണ്. വേറെ എന്തെല്ലാം സാധനകൾ അനുഷ്ഠിച്ചാലും, എന്തെല്ലാം ആചരണക്രമങ്ങളിലൂടെ നമ്മൾ പോയാലും മനനം എന്നൊന്നില്ലെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവാൻ പോകില്ല. ആ മനനം ചെയ്യാൻ നമുക്കൊരു ദിശ ശരിയാക്കി തരാൻ നേരായ ഒരു മാർഗം. നേരായ മാർഗം വേറെ ഇല്ലാന്നോ ഉണ്ടാവണ്ട എന്നോ ഇല്ല. പക്ഷെ ഇതൊരു സുപരിചിതമായ ഒരു മാർഗമാണ്. അതുകൊണ്ട് അതിനെ സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ യാതൊരു സംശയവുമില്ല. എന്ത്? പൂർവ്വ ആചാര്യന്മാർ എത്തിച്ചേർന്ന ശിഷ്യ പരമ്പരയെ അവര് നമുക്ക് പറഞ്ഞു തന്ന ആ അറിവിനെ പിൻപറ്റി, അതിൽ മുഖ്യമായ മഹാവാക്യങ്ങളെ പിൻപറ്റി നമ്മൾ മനനം ചെയ്താൽ എന്തായിത്തീരും? ഇല്ലെങ്കിൽ ചിലപ്പോ മനനം നടക്കും, പക്ഷേ ഈ ലക്ഷ്യത്തിൽ നിന്ന് ചിലപ്പോൾ
വളരെ അകന്നുപോയി എന്ന് വരും. ലക്ഷ്യത്തിലേക്ക് അടുത്തോളണമെന്നില്ല, സമയം വൈകിപ്പോ, അതിനുള്ള സമയം നമുക്ക് കിട്ടില്ല. കാരണം എത്രയും പെട്ടെന്ന് അല്ലേ, എളുപ്പത്തിൽ മനനം ചെയ്യാൻ പറ്റിയതാണ് ഇത്. അങ്ങനെ ആവുമ്പോൾ ഈ വിചാരം എന്നുള്ള സാധന കൊണ്ട്, വിചാരം കൂടാതെയുള്ള മറ്റ് അന്യ സാധനകളെ കൊണ്ടൊന്നും എത്തിച്ചേരാൻ കഴിയും. ഈ വിചാരത്തിലേക്ക് വഴിയൊരുക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ തപസ്സുകളൊക്കെ ആയിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. തപസ്സുകളൊക്കെ അനേകമുണ്ട്. പക്ഷെ ആ തപസ്സുകളോ വ്രതങ്ങളോ എന്തോ ആവട്ടെ, ജീവിതത്തിന്റെ ചിട്ടപ്പെടുത്തലുകളോ ഒക്കെ എന്തിനായിക്കൊണ്ടുള്ളതാണ്? ഒക്കെ വിചാരത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതാവണം. എന്നാൽ ഞാൻ പോയിട്ടൊന്ന് വിചാരം ചെയ്യട്ടെ. എന്ത്? ഞാൻ കുറച്ചു നേരം ക്ലാസ് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ, കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളും കേൾക്കണില്ലേ? കേട്ടിട്ട് ഞാൻ പോയിട്ട് വിചാരം ചെയ്യാം. അങ്ങനെ വിചാരം ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ വിചാരം ചെയ്യുന്നത് അത് തന്നെയായിരിക്കില്ല, മറിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇപ്പം ഇത് കഴിഞ്ഞാലേ എവിടെ എത്തേണ്ടത് അല്ലേ? ഇന്നിപ്പോൾ എപ്പോൾ പോന്നതാ? ഇങ്ങനെ പലതും ആയിരിക്കാം നമ്മൾ വിചാരം ചെയ്യാൻ പോണത്. അങ്ങനെ വിഷയവിചാരത്തിലേക്ക് നമ്മൾ എങ്ങനെയോ അറിയാതെ പോയേക്കാം. അപ്പൊ വിചാരം എന്നുള്ള പ്രക്രിയ സ്വാഭാവികമായി വരണം. അത് വരണമെങ്കിൽ എന്ത് വേണം? എന്താ വേണ്ടത്? അതിന് എന്തെല്ലാം ചെയ്യണം? എന്തെല്ലാം ചെയ്യണം? അപ്പോ അനുക്രമം എന്നോണം മറ്റ് ഇതര സാധനങ്ങളൊക്കെ അതിൽ വരും. പറഞ്ഞ മനസ്സിലായില്ല? അതൊന്നും ചെയ്യാതെ മനനം ചെയ്യാൻ പോയാൽ മനനം ചെയ്യുന്നത് എന്തായിരിക്കും? മനനം നടക്കും, വിചാരം നടക്കും. പക്ഷെ അതെന്തായിരിക്കും? വേറെ എന്തൊക്കെയോ ആയിരിക്കും. അല്ലെങ്കിൽ മനനം ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ മനനം ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല. സ്വാഭാവികമായി തീരണമെങ്കിൽ, ഈ മനന പ്രക്രിയ സ്വാഭാവികമായി തീരണമെങ്കിൽ അതിനെ അവിടേക്ക് നമ്മെ എത്തിക്കുന്ന മറ്റ് അനേകം സാധന വിശേഷങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ അനുക്രമം എന്നോണം നല്ലതാണ്. തെറ്റെന്ന് പറഞ്ഞില്ല. ഒന്നാം ക്ലാസ് മോശമാണെന്ന് പറഞ്ഞില്ല, രണ്ടാം ക്ലാസ് മോശമാണെന്ന് പറഞ്ഞില്ല. പക്ഷെ അതൊക്കെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മെ അവിടെ എത്തിക്കാൻ കാരണമാണ്. പക്ഷേ എന്നാൽ മുഖ്യം ഏതാണ്? മനനമാണ്. ഒരു പ്രാവശ്യം കേട്ടത് ഒരു 10 പ്രാവശ്യമെങ്കിലും മനനം ചെയ്യണം. എന്നിട്ടേ അത് മടക്കി വയ്ക്കാവോ, പുസ്തകം മടക്കി വയ്ക്കാവോ, അല്ലെങ്കിൽ അത് മാറ്റി വയ്ക്കാവോ എന്ന് പറയും. ഇന്ന് അതാ നടക്കാത്തത്. നമ്മൾക്കൊക്കെ പറ്റുന്ന കുഴപ്പമാണ്. കേട്ടതിനെ കുറിച്ച് ഒരു 10 പ്രാവശ്യമെങ്കിലും മനനം ചെയ്യാം. കുറേ കേട്ടു എന്നതിലല്ല വലിയ കേമൊന്നുമില്ല. കുറച്ചേ കേട്ടുള്ളൂ എങ്കിലും അതെന്ത് ചെയ്യണം? മനനം ചെയ്ത് അത് ഉറപ്പിക്കുക. മുഴുവൻ കേൾക്കട്ടെ, അതും കേൾക്കട്ടെ, ഇതും കേൾക്കട്ടെ ഒന്നും കാണുന്നില്ല. കുറേ കേട്ടു, ഒന്നും വിചാരം ചെയ്തില്ല, അതൊക്കെ ഒരു ചെവി കൂടെ കേട്ടു, മറ്റേ ചെവി കൂടെ പോയി. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കുറച്ചേ കേൾക്കാൻ വേണ്ടി ഈ കേൾക്കുന്നതിൽ തന്നെ നമ്മൾ കുറച്ചല്ലേ കേൾക്കുന്നുള്ളൂ, ബാക്കി സമയം എത്രയോ വെറുതെ പോകുന്നില്ലേ? അങ്ങനെ കേട്ടത് തന്നെ മനനം ചെയ്താൽ എന്തായിത്തീരും? ഒരു മഹാവാക്യത്തെ മനനം ചെയ്താൽ തന്നെ നമുക്ക് എന്തായി തീരാം? നമുക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാം. അതുകൊണ്ട് ആ മനനം എന്നുള്ളതിന് വളരെ പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നു. മനനം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഏത് ഇനിയുള്ള 7 ശ്ലോകങ്ങൾ കൊണ്ട് ഉപദേശിക്കുന്നത്. ആവിദ്യകം ശരീരാദി ദൃശ്യം ബുദ്ബുദവൽക്ഷരം ഏതത് നിലക്ഷണം വിദ്യ അഹം ജന്മേതി നിർമ്മലം. അവിദ്യാജന്യം ദൃശ്യവുമായ ശരീരം മുതലായത്, ബുദ്ബുദങ്ങൾ നീർക്കുമിളകൾ പോലെ, ക്ഷരം എന്നാൽ നശിച്ചു പോകുന്നത്, നാശമുള്ളതാകുന്നു. ഇതിൽ നിന്നെല്ലാം ഭിന്നമായി നിർമ്മലമായിരിക്കുന്ന ബ്രഹ്മമാണ് ഞാൻ എന്ന് അറിയേണ്ടതാണ്. ദൃഷ്ടാന്തം പൂർണ്ണമല്ല, എന്നാലും പ്രത്യക്ഷമായിട്ട് കാണുന്നതിനെയാണ് ദൃഷ്ടാന്തമായി പറയുന്നത്. അതിനെ പിൻപറ്റി നമ്മൾ
മനസ്സിലാക്കണം, അല്ലാതെ വേറെ വഴിയില്ല. കാണാത്ത ഒന്നിനെ കുറിച്ച് പറയാൻ നിവൃത്തിയില്ല. അപ്പോൾ കാണുന്നതിനെ ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് ആചാര്യൻ അതിനുപരിയുള്ളതിനെ മനസ്സിലാക്കി. ഏകദേശ ബോധകത്വമാണ് ദൃഷ്ടാന്തത്തിനുള്ളത്. അതുകൊണ്ട് ഇവിടെ നീർക്കുമിളകൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. വെള്ളത്തിലുണ്ടാവുന്ന കുമിളകൾ അല്ലേ, അതുപോലെ ഈ ശരീരം മുതലായത്, ഈ ശരീരം ശീര്യതേ നശിച്ചു പോകുന്നത്, ദേഹം ദഹിച്ചു പോകുന്നത്, പേര് പോലെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ നശിച്ചു പോകുന്ന ഈ കുമിളകൾ പോലെയുള്ളത്, നീർക്കുമിളകൾ പോലെയുള്ളത്, അതെന്തിൻ്റെയാണ്? അടിസ്ഥാനം ഉണ്ടാവണം. നശിക്കുന്നുണ്ടെങ്കിൽ നശിക്കാത്ത ഒരടിസ്ഥാനം കൂടിയേ തീരൂ. അസ്ഥി ജായതേ വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ നശ്യതേ എന്നുള്ള ഈ ശരീരം ഉണ്ടല്ലോ, ആ ശരീരത്തിന് നശിക്കാത്ത, വളരാത്ത, തളരാത്ത, നശിച്ചു പോകാത്ത ഒരടിസ്ഥാനം കൂടിയേ തീരൂ. ചലിക്കുന്നതിനെല്ലാം ചലിക്കാത്ത ഒരടിസ്ഥാനം കൂടിയേ തീരൂ. ചലനം എന്നുള്ളത് ആപേക്ഷികമാണ്. ജഗതീതി ജഗത്, ചലനാത്മകമായത് എല്ലാം ചലിക്കുന്നതാണ്. എല്ലാം ചലിക്കുന്നതാണ്. ചലിക്കുന്നതല്ലാതെ യാതൊന്നും കാണുവാനോ ചിന്തിക്കുവാനോ സാധ്യമല്ല. ചലിക്കാത്ത ഏതെങ്കിലും പറയാൻ പറ്റും? ഇല്ല. സൂര്യനെ കാണുന്നല്ലോ, സൂര്യൻ ചലിക്കുന്നില്ലല്ലോ. അത് നമ്മുടെ കുടുംബത്തെ നോക്കുമ്പോഴല്ലേ. സൗരയൂഥം സൂര്യനെ അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോഴല്ലേ. അതിന് കുടുംബനാഥൻ ചലിക്കാതായിട്ട് കൽപ്പിക്കുന്നു, എന്നിട്ടോ മറ്റുള്ളവരൊക്കെ ചലിക്കുന്നതായിട്ട് കാണുന്നു. അത് ആപേക്ഷികമായിട്ടാണ് പറയുന്നത്. അതും ചലിക്കുന്നില്ലേ? അതും ചലിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചലിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഏത് കാണപ്പെടുന്നത് ആയിട്ട് അറിയപ്പെടുന്നതായിട്ട് ഇല്ല. അറിയപ്പെടുന്നതായിട്ടുള്ളതും കാണപ്പെടുന്നതായിട്ടുള്ളതൊക്കെ എല്ലാം എന്താണ്? അതെല്ലാം ചലിക്കുന്നതാണ്. എങ്കിൽ അതിനെല്ലാം ചലനം എന്നുള്ളതുണ്ടെങ്കിൽ ചലിക്കാത്ത ഒരടിസ്ഥാനം വേണം. അതും ചലിക്കുന്നുണ്ടെങ്കിൽ എന്തായി? അതിനും അടിസ്ഥാനമായത് മറ്റൊന്ന് വേണ്ടി വരും. എങ്കിൽ അതിന് എന്താവുന്നു? അതിന് ഇതിൽ നിന്നെല്ലാം ഭിന്നമായി നിർമ്മലമായിരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന ആ ഉണ്മയാണ്, ആ അടിസ്ഥാനമാണ് ഏത്? ഞാൻ എന്ന് അറിയേണ്ടതാണ്. ഒരു കോശത്തിൽ ഒരു ഞാൻ, ഒരു വ്യക്തിത്വം, അനേകം കോശങ്ങൾ ചേർന്ന ഒരു വ്യക്തിയിൽ അല്ലേ ഒരു ഞാൻ, അനേകം വ്യക്തികൾ ചേർന്ന സമൂഹത്തിനൊരു വ്യക്തിത്വം. അങ്ങനെ ഈ ചലനാത്മകമായതിനൊക്കെ ചലിക്കാത്ത ഒരു ഞാൻ ഇല്ലേ, ഒരു വ്യക്തിത്വം. അതിന് പേര് ഈശ്വരൻ, ജഗതീശ്വരൻ, സർവേശ്വരൻ അല്ലേ, പരമേശ്വരൻ എന്നൊക്കെ അതിനെ പറയും. ഇങ്ങനെയുള്ള ആ ഒരു ചലിക്കുന്നതിന് മുഴുവൻ ചലിക്കാത്തതായി നിലകൊള്ളുന്ന അടിസ്ഥാനം. ഇനി ആ അടിസ്ഥാനവും ചലിക്കുന്നത് ശാസ്ത്ര ചിന്ത ചെയ്യുന്ന സമയത്ത് ഇവിടെ കാരണം എന്ന് പറയുമ്പോൾ, ആ കാരണം എന്ന് പറയുമ്പോൾ കാര്യത്തെ അപേക്ഷിച്ച് ഇല്ലേ, കാര്യം ഉണ്ടാവുമല്ലോ. എങ്കിൽ ആ കാരണവും ഒരു ഘട്ടത്തിൽ കാര്യമായി തീരുന്നുണ്ടെങ്കിൽ അത് പരം കാരണമാവില്ല. അപ്പൊ കാരണം ഒരിക്കൽ കാര്യമായി പരിണമിക്കുന്നു എങ്കിൽ അതും എന്താണ്? അതുകൊണ്ട് കാരണമില്ലാത്ത കാരണം. ഇതൊക്കെ വാക്പരിമിതി വെച്ച് പറയുന്നതാണ്, അല്ലാതെ പറയാൻ നിവൃത്തിയില്ലല്ലോ. അങ്ങനെയുള്ള അതിന്റെ പേരാണെന്ത്? ബ്രഹ്മം. സർവകാരണത്തെ ബ്രഹ്മാവലോകതിഷണം, ബ്രഹ്മത്തെ, സർവകാരണത്തെ, സർവത്തിൻ്റെയും കാരണത്തെ ബ്രഹ്മാവലോകതിഷണം, അവലോകനം ചെയ്യാനുള്ള, സാക്ഷാത്കരിക്കാനുള്ള, സംശയലേശമെന്നെ അറിയാനുള്ള ധിഷണയോടൊത്ത, വിശേഷബുദ്ധിയോടൊത്ത മനുഷ്യൻ അല്ലേ,
ധിഷണ വിശേഷബുദ്ധി, അങ്ങനെയുള്ള മനുഷ്യനെ സൃഷ്ടിച്ചു. ജന്മരഹിതമായ ശക്തി ഒന്നിന എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ. അപ്പൊ അങ്ങനെയുള്ള ആ സൃഷ്ടിയാണ്, മർത്യനല്ല മനുഷ്യൻ. അങ്ങനെ നമ്മുടെ ലക്ഷ്യം എന്താണ്? മർത്യനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമമാണ്, പലായനമല്ല, പരിണാമമാണ് ഇനി സാധിക്കേണ്ടത്. അതെങ്ങനെയാണ്? ഇങ്ങനെയാണ്. എങ്ങനെ? ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ശരീരം, നശിച്ചു പോകുന്ന ഈ ശരീരം മാറ്റങ്ങൾക്ക് വിധേയമായത്, അതിന് മാറ്റമില്ലാത്ത ഒരടിസ്ഥാനം ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു. അതെന്ത് എന്ന് കണ്ടെത്തിയില്ല. ജ്ഞാനിയാണ്, വിജ്ഞാനിയല്ല. നമ്മളൊക്കെ അജ്ഞാനികളാണ്, അജ്ഞാനിയല്ല. ഇതല്ല സത്യം എന്നറിയാം, എന്നാൽ സത്യം ഉണ്ട് എന്നറിയാം. ഒരടിസ്ഥാനമായ സത്യത്വത്തിലാണ് ഈ ഇതൊക്കെ നിലകൊള്ളുന്നത്, ആ ഉണ്മയിലാണ് ഇതൊക്കെ നിലകൊള്ളുന്നത്. ആ ഉണ്മയ്ക്കാണ് ഞാൻ എന്ത് പറഞ്ഞത്? ബ്രഹ്മം എന്ന് പറഞ്ഞത്. അല്ലാതെ ഉപ്പർവാല എന്ന അർത്ഥത്തിലല്ല, മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരാൾ എന്നുള്ള അർത്ഥത്തിൽ, ഒരു സർവാധികാരിക്കാരനായി ഒരു ഈശ്വരൻ എന്നെ നിയന്ത്രിക്കുന്നു എന്നല്ല. വ്യക്തം? അങ്ങനെയാണെങ്കിൽ ആ ഉണ്മയെ നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. പക്ഷെ ആ ഉണ്മ എന്താണെന്ന് സംശയത്തോടുകൂടി അറിഞ്ഞിട്ട് കാര്യമില്ല. എന്നാണോ സംശയമില്ലാതെ ഞാൻ അറിയുന്നത്, അതെന്റെ സ്വരൂപം തന്നെയാണെന്ന് അറിയുന്നത്, ആ അറിഞ്ഞ അറിവും അറിയുന്നവനും അറിയുക എന്നുള്ള പ്രക്രിയയും ഇല്ലാതെ ത്രികുടി നശിച്ച് എന്തായിരുന്നു? അത് തന്നെ ആയിത്തീരും. അത് പിന്നെ പറയാൻ നമ്മൾ ഉണ്ടാവുമോ എന്ന് ചോദ്യം അല്ലേ? ഭിന്നമായി മറ്റെന്തെങ്കിലും ഉണ്ടാവുമോ? ഞാൻ അറിഞ്ഞിരിക്കുന്നു, ഉണ്ടോ? ഇല്ല. എങ്കിലും അത് അപ്പൊ പറയാൻ വയ്യ, ഇല്ലേ? അപ്പൊ അവിടെ വേറെ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും വലിയ വെട്ടിത്തരമാണ്, അല്ലേ? അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം ഭിന്നമായി നിർമ്മലമായിരിക്കുന്ന ബ്രഹ്മമാണ് ഞാൻ എന്ന് അറിയേണ്ടതാണ്. ആ അറിവ് തന്നെയാണ് എൻ്റെ സ്വരൂപം. ആ ബ്രഹ്മം തന്നെയായി തീരുന്നു, അല്ലാതെ ബ്രഹ്മമായി തീരും എന്നല്ല. ബ്രഹ്മം ഒന്ന് വേറെയല്ല, അറിവൊന്ന് വേറെയല്ല, അറിയുന്നവനൊന്ന് വേറെയല്ല, അറിയപ്പെടേണ്ട വസ്തു വേറെയല്ല. ഇതൊക്കെ ആരാണ്? ഞാൻ ആണ്. ശരീരം മുതലായത് എന്നതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ മുതൽ ബുദ്ധി പര്യന്തമുള്ള എല്ലാറ്റിനെയും ഗ്രഹിക്കണം. ശരീരം മുതലായത് എന്ന് പറയുമ്പോൾ ശരീരം നമ്മളിതൊക്കെ പഠിച്ചതിന് ഉപസംഹരിക്കുന്ന വേളയാണ്. എൻ്റെ ശരീരം എന്നാണ് വ്യവഹരിക്കുന്നത്. ഈ ശരീര സംബന്ധികളാണ് എല്ലാ ബന്ധുക്കളും. ശരീരം തന്നെ എൻ്റെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരീര സംബന്ധികളായ ബാക്കിയെല്ലാം എൻ്റേതാകും? എന്നാൽ മനസ്സായിരിക്കൂല്ലേ? ഇല്ല, എൻ്റെ മനസ്സെന്നാ പറയുന്നത്, ഞാൻ മനസ്സെന്ന് പറയാറില്ല. എന്നാൽ ബുദ്ധി ആയിരിക്കൂല്ലേ? അല്ല, എൻ്റെ ബുദ്ധി എന്നാ പറയുന്നത്, ഞാൻ ബുദ്ധി എന്ന് ആരും പറയാറില്ല. അതിനുപരി നമുക്കൊട്ട് ചിന്തിക്കാനും വയ്യ, അല്ലേ? ബോധം എന്നുള്ളത് ബുദ്ധിയുടേതല്ല, ബുദ്ധിക്ക് ബോധമില്ല എന്നും പഠിച്ചു. അപ്പൊ ബോധസ്വരൂപനാണ് ഞാൻ എന്ന് പറയുമ്പോൾ എന്തായി തീർന്നു? ഇതൊന്നും അല്ല എന്ന് വന്നു. ഇതിനെയൊക്കെ നീക്കിയവനെയും നീക്കി കഴിഞ്ഞാൽ എന്തായി? നീക്കിയവനെയും നീക്കണം, അത് ബാക്കിയായ കുഴപ്പമായി. മുള്ളെടുക്കാൻ വേണ്ടി മറ്റൊരു മുള്ള ഉപയോഗിച്ചു, ആദ്യത്തെ മുള്ള പോയില്ല, എടുക്കാൻ ഉപയോഗിച്ച മുള്ളും കുത്തി കയറി കഴിഞ്ഞാൽ എന്തായിത്തീരും? അതുകൊണ്ട് കാര്യമില്ല. ശരീരം ഇതല്ല 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 എന്ന് പറയുന്നേ ഉള്ളൂ, ഇതാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇതാണെന്ന് പറയാൻ വേറൊരാൾ അവിടെ ശേഷിക്കുന്നില്ല. ഉണ്ടെങ്കിൽ നന്നായിരുന്നു, അല്ലേ? ശാസ്ത്രങ്ങളെല്ലാം ബ്രഹ്മനിർദ്ദേശം ചെയ്യാനല്ല, പിന്നെന്താണ്? ബ്രഹ്മമല്ലാത്തതിനെ കാണിച്ചിട്ട് ഇതല്ല എന്ന് പറയാനാണ്. ഇതല്ലെന്ന് പറഞ്ഞവനെയും മാറ്റിക്കഴിഞ്ഞാൽ എന്തായി തീർന്നു? എന്താണോ അതാണ് ബ്രഹ്മം. ഇതൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. എന്നാ പറയുന്നു. ഇതിനെ പിൻപറ്റി ഇതല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇത് ഉതകുമെന്നുള്ളത് കൊണ്ട് വീണ്ടും തന്നെ പറയുന്നു. ഞാൻ സ്വയം നിർമ്മലനും ശരീരേന്ദ്രിയാദികളിൽ നിന്ന് വിലക്ഷണനും ആയതുകൊണ്ട് ശരീരധർമ്മങ്ങളായ ജന്മ ജരാദി 6 വികാരങ്ങളും ശബ്ദസ്പർശാദി വിഷയങ്ങളും എന്നെ സ്പർശിക്കയില്ല എന്ന് മനനം ചെയ്യുന്നു. എന്താണ്? ശബ്ദസ്പർശാദി വിഷയങ്ങളും. ശബ്ദസ്പർശ രൂപ രസ ഗന്ധങ്ങൾ ഏത്?
ആകാശത്തിന്റെ ഗുണം എന്താ? ഏതാ? ശബ്ദം. ആകാശം. വായുവിന്റെ സ്പർശം, അനുബന്ധമായ ഗുണം ഏത്? ആകാശത്തിന്റെ. ഏത്? ശബ്ദസ്പർശം. അഗ്നിയുടേതോ? രൂപം. രൂപം മാത്രമേ ഉള്ളൂ? അല്ല, ആദ്യം പറഞ്ഞ രണ്ടിന്റെയും കൂടി ഉണ്ട്. ഏത്? ശബ്ദസ്പർശ രൂപമുണ്ട്. ജലം ഏതാ? രസം, അതിന്റെ സ്വഗുണം. പിന്നെയോ അനുബന്ധ ഗുണങ്ങളായ ശബ്ദ സ്പർശ രൂപ രസം അതുണ്ട്. പിന്നെയോ ഭൂമി എന്താ? അതിൽ ഗന്ധം. ഗന്ധം മാത്രമേ ഉള്ളൂ? അല്ല, ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങൾ അതിൽ അന്തർലീനമായിരിക്കുന്നു. അതുകൊണ്ട് പഞ്ചഭൂതങ്ങൾ എന്താണ്? എല്ലാം ഇതിലൊന്നും ഈ 6 വികാരങ്ങൾ. ഏതാ 6 വികാരങ്ങൾ? ജന്മം തൊട്ട് ജന്മം എന്ന് പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞില്ലേ, അസ്ഥി ജായതേ വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ നശ്യതേ എന്നുള്ളതൊക്കെ അല്ലേ? ഇതൊക്കെ ഏതാണ്? ശബ്ദസ്പർശാദി വിഷയങ്ങളും എന്നെ സ്പർശിക്കയില്ല എന്ന് മനനം ചെയ്യുന്നു, എന്ന് വിചാരം ചെയ്യുന്നു. ഇങ്ങനെ വിചാരം ചെയ്ത് എന്നിട്ട് പറയാം, ദേഹാന്യത്വാന്നമേ ജന്മ ജരാകാര്യ ലയാദയ ശബ്ദാദി വിഷയൈ സംഗോ നിരിന്ദ്രിയതയാനജ. ദേഹത്തിൽ നിന്ന് അന്യനായതുകൊണ്ട് എനിക്ക് ജനനം, വാർദ്ധക്യം, ഋഷത്വം, മരണം മുതലായവ ശരീരധർമ്മങ്ങൾ ഇല്ല. ഇന്ദ്രിയ ഭിന്നനാകയാൽ ശബ്ദാദി വിഷയങ്ങളോട് സംഘവുമില്ല. ദേഹത്തിൽ നിന്ന് അന്യനായതുകൊണ്ട്. ദേഹത്തിൽ നിന്ന് അന്യനാണ് നമ്മൾ, അല്ലേ? അല്ലേ? ദേഹത്തിൽ നിന്ന് അന്യല്ലേ? എൻ്റെ ദേഹം എന്നാണ് പറയുന്നത്, ഞാൻ ദേഹം എന്ന് പറയുന്നില്ല. എന്നാൽ താദാത്മ്യ ബുദ്ധി കൊണ്ട് എന്തായി തീർന്നിരിക്കുന്നു? ഞാൻ എന്ന പോലെ വ്യവഹരിക്കുന്നുണ്ട്. കാരണം എന്നോട് ആരെങ്കിലും ഒരാൾ ദേഷ്യപ്പെട്ടാൽ എന്തായി? നിങ്ങൾക്കും ദേഷ്യം പിടിച്ചു എന്ന് വരും. അല്ലെങ്കിൽ ഒരാൾ എന്നെ ദുഃഖിപ്പിച്ചാൽ എന്തായി? അയാളുടെ മുഖത്തെ മാംസപേശികളൊന്ന് സങ്കോചിച്ചാൽ എന്തായി? ഇന്നെന്തോ അയാൾക്ക് എന്നോട് കണ്ടപ്പോൾ എന്തോ ഒരു ദേഷ്യം ഉണ്ട് തോന്നുന്നു, ഇത് കണ്ടപ്പോൾ ചിരിച്ചില്ല, അല്ലേ? അപ്പോഴേക്കും എന്തായി? ചിന്തിച്ചു നോക്കും. അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ കണ്ടപ്പോൾ ചിരിച്ചു, എന്താ? അയാളുടെ മുഖത്തെ മാംസപേശികളൊന്ന് വികസിച്ചിരിക്കുന്നു. അപ്പോഴേക്കും എന്തായി? ഇങ്ങനെ പുറമെയുള്ളതും മറിച്ച് നമ്മുടെ കയ്യിനൊരു വേദന വന്നാൽ നമ്മൾ എന്താ പറയാ? വേദനിച്ചിട്ട് വയ്യ. അറിവല്ലേ അത്? വേദന എന്ന അറിവല്ലേ? കയ്യിന് വേദന എന്ന് പറഞ്ഞാൽ എന്താ? അറിവ് കൊടുത്തു, ഇങ്ങോട്ട് ഹെഡ് ഓഫീസിലേക്ക് കൊടുത്തു. അതെ, വേദന എന്ന അറിവാ, അല്ലേ? അനുകൂല വേദനീയം സുഖം, പ്രതികൂല വേദനീയം ദുഃഖം. ഇപ്പൊ വേദന വന്നാൽ എന്തായി? ഇവിടെ അനുകൂലമല്ല, പ്രതികൂലാണ്. മനസ്സിലായി? അറിവ് തന്നില്ലേ? അല്ലെങ്കിൽ നല്ല ഫാന് കറങ്ങുന്നുണ്ട്, അതുകൊണ്ട് എന്തായി? ചൂട് ഇല്ല, അതുകൊണ്ട് ഒരു തണുപ്പുണ്ട്, നല്ല സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഏതാ? അനുകൂല വേദനീയം. ആ അറിവ് തരിക പൊക്കി, അല്ലേ? സ്പർശനത്തിലൂടെ. ഇങ്ങനെ ഒക്കെ നമ്മൾക്ക് അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളെ തന്നുകൊണ്ട് അറിവ് നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഏത്? ഇതൊക്കെ. അങ്ങനെ തരുന്ന ഈ എല്ലാം ശബ്ദസ്പർശാദി വിഷയങ്ങൾ എന്നെ സ്പർശിക്കയില്ല എന്ന് മനനം ചെയ്യുന്നു. ഇതൊന്നും ചൂടാവട്ടെ, തണുപ്പാവട്ടെ, നിന്ദയാവട്ടെ, സ്തുതിയാവട്ടെ, മാനാവട്ടെ, അപമാനാവട്ടെ, എന്ത് തന്നെ ആവട്ടെ, സുഖാവട്ടെ, ദുഃഖാവട്ടെ, സർവദ്വന്ദ്വ സഹനം. എങ്ങനെ സഹിക്കുന്നു ഇന്ന് നമ്മൾ? സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സ്ഥിതിച്ഛാസ്താശുഭാമത. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എന്താ വഴി? സഹിക്കല്ലാതെ വേറെ വല്ല വഴിയില്ല. സഹനം സർവദുഃഖാനാം, സർവദുഃഖങ്ങളെയും സഹിക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പക്ഷേ പലരും സഹിക്കൽ എങ്ങനെയായിരിക്കും?
ഇതറിഞ്ഞ ഒരു വ്യക്തി എങ്ങനെയാവും സഹിക്കുക? ഒരാളുടെയും തലയ്ക്ക് കൊടുക്കില്ല, വെട്ടിച്ചു കൊടുക്കും. എന്റെ ദുഃഖത്തിന് കാരണം ആരാന്നറിയോ? അയാളാണ്, അല്ലെങ്കിൽ അവനാണ്, അല്ലെങ്കിൽ അവളാണ്. ഒരിക്കലും പറയില്ല. പിന്നെന്താണ്? ഞാൻ ഏതൊരു ദുഃഖം വരട്ടെ, ഏതൊരു സുഖം വരട്ടെ, അത് എനിക്ക് സുഖമായും ദുഃഖമായും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനാണ്. എന്താ? ദുഃഖ സാഹചര്യം വന്നില്ലെങ്കിലും വളരെ ദൂരെയാണെങ്കിൽ പോലും, അല്ലേ, കോഴിക്കോടാണെങ്കിൽ പോലും അത് നമ്മൾ ഏറ്റെടുക്കും. പിന്നെയല്ലേ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ. ഇല്ലെങ്കിലോ ഏത് ദുഃഖ സാഹചര്യം വന്നോട്ടെ, ഏത് സുഖ സാഹചര്യം വരട്ടെ, അതിലൊന്നും സമനില തെറ്റി പോവാതെ, അല്ലേ, അത് നമ്മളെ നിലനിർത്തുന്നത് ഏതോ അങ്ങനെ നിലനിർത്തുന്നത് കണ്ടാൽ ഉറപ്പിച്ചേക്കുക. എന്ത്? അയാള് ഏതാ വിചാരം ചെയ്യുന്നുണ്ട്. പൂർണ്ണമായി എന്നൊന്നും പറയാൻ വയ്യേ, പക്ഷെ പൂർണ്ണതയിൽ എന്താണ്? വിചാരത്തിന്റെ പൂർണ്ണതയിൽ പിന്നെ വിചാര പ്രക്രിയയുമില്ല. പക്ഷേ ഇവിടെ ഈശ്വര സാക്ഷാത്കാരം എന്നുള്ളത് ലക്ഷത്തിൽ ഒരാൾക്ക് സാധ്യമാകുള്ളൂ. അതുകൊണ്ട് എനിക്കൊന്നും ഈ പണി പറ്റില്ല എന്ന് പറഞ്ഞ് പിന്തിരിയേണ്ട. പിന്നെന്താണ്? മാർഗത്തിൽ പോലും, വിചാരദശയിൽ പോലും നമ്മെ എത്രയോ, അല്ലേ, കരുത്തരാക്കുന്ന അതാണിത്. അതുകൊണ്ട് നമ്മൾക്കൊക്കെ ഗുണകരമാണ്. ഇല്ലെങ്കിൽ പറയേണ്ടി വരും, എന്തിനാണ് ഈ വളരെ കുറച്ചു പേർക്ക് മാത്രം ഗുണകരമായിരിക്കുന്ന ഈ ശാസ്ത്രം പഠിച്ച് വെറുതെ സമയം കളയുന്നത് എന്ന് തോന്നിപ്പോയേക്കാം. പക്ഷേ ഇവിടെ മാർഗത്തിൽ പോലും എന്താണ്? ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് പോലും എന്താണ്? ഇത് വിചാരം ചെയ്യുന്നതിനനുസൃതമായി കുറച്ച് വിചാരം ചെയ്താൽ തന്നെ എന്തായിത്തീരും? അയാൾക്ക് വളരെയധികം, അല്ലേ, മഹതോ ഭയാത്, മഹത്തായ ഭയത്തിൽ നിന്ന് പോലും അയാളെ രക്ഷിക്കുന്നതാണ് ഏത്? ഇത്. അപ്പോ പിന്നെ അതുകൊണ്ട് എന്നെ സ്പർശിക്കയില്ല, എന്നെ ബാധിക്കില്ല. ഇപ്പൊ നമ്മളെ ബാധിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എന്തായി? പഠിക്കുന്നതിനനുസരിച്ച് എന്താവും? പലതും ബാധിക്കാതാവും. പിന്നെയോ പൂർണ്ണമായാൽ എന്താവും? ഒന്നും ബാധിക്കാതാവും. ബാധ ഒഴിഞ്ഞു കിട്ടും, ഒരു ബാധയും കയറാതെ. ഈ ബാധ കയറിയാൽ പിന്നെ ഒഴിപ്പിക്കണ പണി അതിലേറെ കഷ്ടം, അല്ലേ? അതുകൊണ്ട് ബാധ കയറുകയില്ല എന്ന് മനനം ചെയ്യുന്നു. അതുകൊണ്ട് ദേഹത്തിൽ നിന്ന് അന്യനായതുകൊണ്ട് എനിക്ക് ജനനം, വാർദ്ധക്യം, കൃശത്വം, മരണം മുതലായവ ശരീരധർമ്മങ്ങളില്ല. ഇന്ദ്രിയ ഭിന്നനാകയാൽ ശബ്ദാദി വിഷയങ്ങളോട് സംഘവുമില്ല. ഇന്ദ്രിയ ഭിന്നനാകയാൽ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഭിന്നനാണ് ഞാൻ. ശരീരത്തിൽ നിന്ന് ഭിന്നനാണ് എന്ന് മാത്രമല്ല, ശരീരങ്ങളിലുള്ള അംഗങ്ങളോട്, അല്ലേ, ചെവി, കണ്ണ്, നാക്ക്, മൂക്ക്, തൊക്ക് തുടങ്ങിയവയോട് അതൊക്കെ എന്താണ്? അതെന്റെ ആണെന്ന് എനിക്ക് ആദ്യമേ അറിയാം. ഇല്ലേ? ഇതറിയുന്നതിന് മുമ്പ് തന്നെ അറിയാം. അപ്പൊ അതും ഭിന്നനായതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങളായ ഏത് ശബ്ദാദി വിഷയങ്ങളോടും ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങൾ, ഏത് ചെവി, കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക് എന്നിവ അകത്തേക്കെടുക്കുന്ന ഇന്ദ്രിയങ്ങളാണ്. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്നിവ പുറത്തേക്ക് കൊടുക്കുന്നവയാണ് കർമ്മേന്ദ്രിയങ്ങൾ, മറ്റത് അകത്തേക്ക് സ്വീകരിക്കുന്നത്. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? ചെവിയുടേത് കേൾക്കുക, അല്ലേ? ഓരോരോ ഇന്ദ്രിയങ്ങളും അതതിന്റെ ഗുണത്തിലേക്ക് അതിന്റെ സ്വഭാവം കാണിക്കാതിരിക്കില്ല. കയ്പയുടെ ഗുണമാണ് കഴിക്കുക എന്നുള്ളത്, അല്ലേ? ഇതുപോലെ കണ്ണിന്റെ ഗുണമാണെന്ത്? കാണുന്നതിന്റെ പിന്നാലെ പോവുക എന്നുള്ളത്, അല്ലേ? ചെവിയുടെ പണിയാണെന്ത്? നല്ല പാട്ട് കേട്ടാൽ അല്ലെങ്കിൽ ഇമ്പമാർന്ന എന്തെങ്കിലും കേൾക്കുമ്പോൾ അങ്ങോട്ട് പോവുക എന്നുള്ളത്. ത്വക്കിന്റെ പണിയാണെന്ത്? സ്പർശന സുഖം അനുഭവിക്കുക എന്നുള്ളത്, അല്ലേ? അല്ലേ? മൂക്കിന്റെ പണിയാണെന്ത്? വാസനിക്കുക എന്നുള്ളത്. ഈ ഗോളകത്തിന്റെ പണിയല്ല കേട്ടോ, അതൊക്കെ നമ്മൾ പഠിച്ചവരാണല്ലോ, അതുകൊണ്ടാ പിന്നെ അതൊന്നും പിന്നെ വേറെ വെച്ച് പറയണ്ട എന്നുള്ളതുകൊണ്ട്. അങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങളും അതാത് വഴിക്ക് പോകുന്നു. അങ്ങനെ വഴിക്ക് പോയി കഴിഞ്ഞാൽ എന്തായിത്തീരും നമ്മളെ സ്ഥിതി? 5 വഴിയിലൂടെ നമ്മൾ പോവുക. 5 വഴിയിൽ, അല്ലേ? ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ക്യൂ നിൽക്കുക.
5 വഴികളിലൂടെ അത് പുറത്തേക്ക് പോവാം. അങ്ങനെ പോകുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? പോകുന്നതിന്റെ പിന്നാലെ ഞാൻ പോകണ്ട. അപ്പൊ പോയ ആളെന്ത് ചെയ്യും? പോയാലെന്ത് ചെയ്യും? കുറച്ച് നേരമൊക്കെ പോകും, പിന്നെ തിരിച്ചു പോകും. ആ പോകുന്നതിന്റെ പിന്നാലെ നമ്മൾ ഇറക്കം പാഞ്ഞാലോ? പോണ്ടെന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. പോവുക എന്നുള്ളത് അതിന്റെ സ്വഭാവമാണ്. അതിന്റെ സ്വഭാവം അത് കാണിക്കാതിരിക്കില്ല. പക്ഷെ ഈ പോകുന്നതിനെ നമ്മൾ പിന്തുടർന്നാൽ എന്താവും? അതിന് കൂടുതൽ ശക്തി ലഭിക്കും, പിന്നെയും പോവാനുള്ള ഊർജം ലഭിക്കും, കരുത്തുണ്ടാവും. ആ കരുത്ത് കൊടുക്കാതിരിക്കാൻ ആർക്ക് കഴിയും? ഇത് പഠിച്ചത് കഴിയും, ഈ വിചാരത്തിലൂടെ കഴിയും. എങ്ങോട്ടാണ് പോണത്? കണ്ണേ, നീ എങ്ങോട്ടാ പോണത്? അവിടെ എന്താ ഉള്ളത്? വിചാരം ചെയ്ത് എന്താ? കാണുന്ന വസ്തുക്കളിൽ എന്തൊക്കെയോ മേന്മകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തുനിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് അതല്ല, അപ്പുറത്തൊന്നുമില്ല. അതിന്റെ നന്മയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു വിസ്തരിച്ചിരിക്കുക. അങ്ങനെ വളരെ ഫലരഹിതമായ പുഷ്പിതങ്ങളായ വാക്യങ്ങളെ കൊണ്ട് നമ്മളെ പറഞ്ഞു മയക്കിയിരിക്കുക. അങ്ങനെ ആ മയക്കത്തിൽ നിന്ന് ഉണരാത്ത നമ്മളെന്ത് ചെയ്യും? അതിലേക്ക് സ്വാഭാവികമായും പിന്തുടർന്നുകൊണ്ടിരിക്കും, ആകർഷിച്ചുകൊണ്ടിരിക്കും. കൊള്ളാമല്ലോ. പക്ഷെ ഇവിടെ ഇത് പഠിക്കുന്നതിനാ അതിൻ്റെ മറ്റൊരു വശവും കൂടിയുണ്ട്. അത് നമ്മൾ ചിന്തിച്ചിരുന്നില്ല. അതെന്താണ് ആ വശം? ഏതൊന്നിനും 2 വശമുണ്ട് അല്ലേ? ഒരു നന്മയുണ്ടെങ്കിൽ ഒരു തിന്മയുണ്ട്, ഒരു നല്ലതുണ്ടെങ്കിൽ ഒരു ചീത്തയുണ്ട്. നല്ലത് മാത്രം അല്ലേ കണ്ണിന്, കാതിന്, നാക്കിന്, മൂക്കിനും ഒക്കെ നല്ലതെന്ന് തോന്നുന്നത് എനിക്ക് നല്ലതല്ല. വ്യത്യാസമുണ്ട്. ഒരാൾക്ക് നല്ലതാണെന്നുള്ളത് കൊണ്ട് മറ്റൊരാൾക്ക് നന്നായിക്കൊള്ളണം എന്നില്ലല്ലോ. ഇല്ലേ? അങ്ങനെയല്ലേ? എല്ലാവർക്കും ഒരേപോലെ നന്നാവണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ എനിക്ക്, ഞാൻ എന്ന് പറയുന്നത് അല്ലേ, അതിന് നല്ലതാണെന്നുള്ളത് ഏതാണ്? ഇന്ദ്രിയങ്ങൾക്ക് നല്ലതല്ല. ഇന്ദ്രിയങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നതിന് എനിക്ക് നല്ലതല്ല. ഇത് മനസ്സിലാക്കിയിട്ട് ഇന്ദ്രിയങ്ങൾ എങ്ങോട്ടാണോ ഓടുന്നത് അതിന്റെ പിന്നാലെ ഞാൻ ഓടണ്ട. ഞാൻ എങ്ങോട്ടാണോ ഓടേണ്ടത് അത് ഞാൻ ഓടുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇന്ദ്രിയങ്ങൾ കുറച്ച് ഓടിയിട്ട് ഇങ്ങോട്ട് വരും. എങ്ങോട്ട് വരും? ഇങ്ങോട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യും? എന്നാൽ ഞാനും ഉണ്ട് നിങ്ങളെ കൂടെ എന്ന് പറയും. നമുക്ക് ഒന്നിച്ച് പോവാം. അപ്പൊ ആ ഇന്ദ്രിയങ്ങൾ ആദ്യം നമ്മളെ വേണ്ടാത്തതിലേക്ക് വലിച്ചു കൊണ്ടുപോയ ഇന്ദ്രിയങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു? നമുക്ക് അനുകൂലമായി വരും. പിന്നെന്തായി? ആ ദേവന്മാരുണ്ടല്ലോ, യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, പ്രശ്നോപനിഷത്താണ് എടുക്കുന്നത്, നമുക്ക് അങ്ങോട്ട് തന്നെ പോകണം എന്നൊക്കെ പറയും. ഇല്ലെങ്കിൽ എന്ത് പറയും? വേണ്ട, വേറെ പണിയൊന്നുമില്ല, കല്യാണത്തിന് പോവാം, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, സദ്യ ഉണ്ട്, അതിന് പോവാം, ഇന്ദ്രിയങ്ങളെ തർപ്പണത്തിന് വേണ്ടി എന്തൊക്കെയുണ്ടോ അതിനൊക്കെ പോവാം, അതൊക്കെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പോവാം. അങ്ങനെയല്ല. മറ്റെന്ത് എന്ത് ചെയ്യും? അതേ ഇന്ദ്രിയങ്ങൾ അങ്ങോട്ട് പോകുന്നതിനെ ഇങ്ങോട്ടാക്കിയിട്ട് എന്ത് ചെയ്യും? തിരിച്ച് നമ്മൾ എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് അനുകൂലമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. വ്യക്തമാണോ? ഇനിയുള്ള ഭാഗങ്ങൾ വളരെ ശ്രേഷ്ഠമായ ഭാഗങ്ങളാണ്. ഒരു സാധകൻ എന്ന നിലയ്ക്ക്, സിദ്ധനെ സംബന്ധിച്ചതൊന്നും മുഖ്യമല്ല, സാധകനെ സംബന്ധിച്ച് നമ്മളൊക്കെ സാധകന്മാരാണല്ലോ. അതുകൊണ്ട് ഒരു സാധനാ മാർഗത്തിൽ എങ്ങനെയാണ് നമ്മുടെ പരിതസ്ഥിതികളെ നമുക്ക് അനുകൂലമാക്കി തീർക്കാം, അതിനായിക്കൊണ്ടുള്ള ഭാഗമാണ് അത്. അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. അത്ര മതി. തുടങ്ങാൻ വൈകിയാലും നിർത്താൻ വൈകണമെന്നല്ലേ സ്വാമിജി പറഞ്ഞേ പലപ്പോഴും. അതുകൊണ്ട് നിർത്താൻ എന്തായാലും വൈകില്ല. അതുകൊണ്ട് ഈ 31 അല്ലേ? ആയിക്കോട്ടെ. ഏതായാലും അതിൽ നിർത്തുന്നു. അടുത്ത് നമുക്ക് വളരെ നല്ല ഒരു ഭാഗമാണ്. വളരെയധികം ചിന്തിച്ച് മനനം ചെയ്യണം എന്നാണല്ലോ പറഞ്ഞത്. മനനം ചെയ്യേണ്ടതായ ശ്ലോകങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് അടുത്തതിൽ നമുക്ക് മനനം ചെയ്യാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.